ഹലോ ഗൈസ്, ഇന്നാണ് നമ്മുടെ ഈ പോലീസ് സ്റ്റേഷനിൽ പുതിയൊരു സൂപ്പർ കാർ വന്നു നമ്മൾ അറിഞ്ഞത്. ആൻഡ് ഗൈസ്, വീഡിയോ കാണുന്നവരെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ആൻഡ് നമ്മുടെ പുതിയ യൂട്യൂബ് ചാനലാണ്, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക നന്നായിട്ട്. ആൻഡ് ഇന്ന് നമ്മുടെ പോലീസ് സ്റ്റേഷനിൽ പുതിയൊരു കാറ് വന്നിട്ടുണ്ട്. സോ അതിൽ നമുക്ക് പോലീസുകാരോട് ചോദിച്ചു നോക്കാം. നമുക്ക് വിശദമായി അറിയില്ല, ഞാൻ ന്യൂസിലാണ് കണ്ടത്, പത്രത്തിൽ. സോ നമുക്ക് അവിടെ നിന്ന് പോയി നോക്കാം. ഗൈസ്, ഞാൻ നോക്കുമ്പോൾ ഇവിടെ പോലീസ് സ്റ്റേഷൻ ഇവിടെ ഇരിക്കുന്നുണ്ട്. പുതിയ പോലീസ് സ്റ്റേഷനാണ് ഗൈസ്. ലംബോർഗിനി സയന. ഓ ഗൈസ്, ഇതിൻ്റെ ലക്ഷറിയസ് കാർ എന്ന് പറയുന്നതാണ് ഈ വണ്ടിയുടെ പേട്ട. നല്ല കോടിക്കണക്കിന് വില വരുന്ന ഒരു വണ്ടിയാണ്. സോ ഗൈസ്, നമുക്ക് എന്തായാലും പോലീസുകാരോട് ചോദിച്ചു നോക്കാം. സാറേ ഹലോ സാർ. ഫ്രാങ്ക്ലിൻ, എന്താടാ പരിപാടി? സാറിനറിയാലോ, നമ്മളിങ്ങനെ പണിയൊന്നും ഇല്ലാണ്ട് വെറുതെ വീട്ടിലിരിക്കുകയാണ്. ആൻഡ് സാർ, ഇത് ആരുടെ വണ്ടി? ഇത് പോലീസിൻ്റെ കാർ തന്നെയാണോ എന്ന് എനിക്ക് സംശയം. എന്താ അങ്ങനെ ഒരു ടോക്ക്? നിനക്കറിയില്ലേ, ഇത് നമ്മളെ പോലീസ് ന്യൂ ആയിട്ട് ഉണ്ടാക്കിയതല്ല, ഷിപ്പിൽ നിന്ന് കൊണ്ടുവന്ന ഒരു പുതിയ കാറാണ്. ഇത് അമേരിക്കയിൽ നിന്ന് കൊണ്ടുവന്നതാണ്. സാറ് സത്യം? സാർ, ഇതിന് എത്ര കോടി രൂപയായിരിക്കും വരിക? സാറേ, ഇതിന് എത്ര കോടിയാവും? സാറെന്താ ഇങ്ങോട്ട് നോക്ക്. അവിടെ ഈ വണ്ടി എനിക്ക് നന്നായി നോക്കണം, അല്ലെങ്കിൽ എൻ്റെ പണി പോകും. കാരണം ഈ വണ്ടിയിൽ അത്രയും ഒരു കുഞ്ഞ പോറൽ വന്നാൽ പോലും 10,000, 20,000 രൂപ നമ്മളിൽ നിന്ന് പോകും. സത്യം സാർ, ഈ വണ്ടിക്ക് എത്ര കോടിയുണ്ട്? മോനെ, ഈ വണ്ടിക്കെല്ലാം കൂട്ടി ഒരു 38-40 കോടിയുടെ അടുത്തേക്ക് വരുന്നതാണ്. ആൻഡ് ഇത് വളരെ ലക്ഷറിയസ് ആയതുകൊണ്ട് തന്നെ ഈ വണ്ടിയിൽ അലാറാമിംഗ് സിസ്റ്റം വരെയുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു കള്ളം വന്ന് ഈ വണ്ടി മോഷ്ടിക്കുകയാണെങ്കിൽ അപ്പോൾ അലാറാം അടിക്കുമോ? ഓഫ് കോഴ്സിൽ ഈ വണ്ടിയിൽ അത്രയും നല്ല ഒരു സിസ്റ്റമാണ് വെച്ചേക്കുന്നത്. ആൻഡ് ഈ വണ്ടിയിൽ ലോക്കിങ്ങും ഒക്കെയുണ്ട്. ആൻഡ് ഈ വണ്ടി വളരെ ഒരു മെറ്റീരിയൽ കൊണ്ട് ഉണ്ടാക്കിക്കൊണ്ട് ഈ വണ്ടി അങ്ങനെയൊന്നും പൊളിയില്ല. ഗൈസ്, നമ്മളവിടെ പോയിപ്പോൾ അവർ പറഞ്ഞു ഇങ്ങനെ ഇവിടെ വന്ന് തന്നെ വെട്ടിക്കൊല്ലുന്നു. കാരണം പറയുകയാണെങ്കിൽ നമുക്ക് ആ വണ്ടി എടുക്കണം എന്നൊരാഗ്രഹമുണ്ട്. ആൻഡ് നമുക്ക് നമ്മുടെ ആദ്യത്തെ സ്റ്റീലിംഗ് വീഡിയോസ് എന്നുവെച്ചാൽ നമ്മൾ മോഷ്ടിക്കണതിൻ്റെ ആദ്യത്തെ വീഡിയോയാണ്, നമ്മുടെ ആദ്യത്തെ വീഡിയോയും കൂടിയാണ് ഇന്ത്യൻ ബൈക്ക് ഗെയിമിറ്റും നമ്മുടെ ചാനലിലെത്തിയും. സോ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ആൻഡ് നമ്മുടെ കാറ് വിൽക്കണ രാജാവിൻ്റെ അവിടേക്ക് പോവാണ്. അതിൻ്റെ അർത്ഥം നമ്മളെ സൈമണിൻ്റെ അവിടേക്കാണ്. സൈമൺ ഭയങ്കര റിച്ചാണ്. ആൻഡ് അയാൾക്ക് വണ്ടി കൊടുത്താൽ അയാൾ എന്തായാലും നമുക്ക് സപ്പോർട്ട് ചെയ്യും. ആൻഡ് സോറി ചേട്ടാ, ആൻഡ് നമ്മൾ ഭയങ്കര സപ്പോർട്ട് ചെയ്യും. അയാൾ കോയിനിസക്കിലാണ് എങ്ങോട്ടോ പോയി എന്ന് പറഞ്ഞ്, മൂന്നാർ തേങ്ങയിലാണ്ട് പോയിട്ടെന്ന് പറഞ്ഞ് വരികയാണ്. സോ നമുക്ക് സൈമണിൻ്റെ അടുത്തേക്ക് പോകാം. ആൻഡ് ഇങ്ങനത്തെ ഒരു കോയിനിസക്കിലാണ് ആൾ ഫ്രണ്ടിൽ കൂടെ ഇങ്ങനെ വരും, അറിയില്ല. എൻ്റെ ആളി പറഞ്ഞ് ഈ ടൈമിൽ എത്തും എന്നൊക്കെയാണ് പറഞ്ഞത്. നമുക്ക് എന്തായാലും അവിടെ പോകണം. വണ്ടിക്കാൻ തടഞ്ഞിടാം. സൈമണ എടാ പ്രാന്താ, നിന്നോട് 100 വട്ടം പറഞ്ഞിട്ടില്ല ഇങ്ങനെ വണ്ടി പാർക്ക് ചെയ്യരുതെന്ന്. ഞാനാണെങ്കിൽ കഷ്ടത്തിലാണ്, എൻ്റെ വണ്ടി ഇടിച്ച് പൊളിഞ്ഞ് കഴിഞ്ഞാൽ ആര് ഉത്തരവാദിത്തം പറയും? സോറി എടോ, തനിക്ക് ശരിയുള്ളൂ. അങ്ങനെയൊക്കെ നിങ്ങളങ്ങനെ പറയില്ല. ശരി, ഞാനൊരു കാര്യം എന്നോട് പറയാനാണ് വന്നത്. എന്താ? അവിടെ ട്രാഫിക് ആവണു. എന്താണെന്നല്ലേ ഞാൻ പറഞ്ഞുതരാം. സൈമണെ, നമ്മുടെ ഈ പോലീസ് പുതിയൊരു കാർ കൊണ്ടുവന്നു. അതൊക്കെ ഞാൻ 2 ദിവസം മുന്നേ അറിഞ്ഞു. അതല്ല, ഞാൻ ആ വണ്ടി മോഷ്ടിക്കാമെന്ന് എനിക്കൊരാഗ്രഹമുണ്ട്. അതെ, നീ മോഷ്ടിച്ചിട്ട് നീ എന്ത് വേണമെങ്കിലും കൊണ്ടുവെക്കോ. പൊന്നു മോനെ, അത് ഞാൻ തനിക്ക് തരാൻ വേണ്ടിയാണ് വെച്ചേക്കുന്നത്. സത്യമായിട്ടും നിനക്ക് അതിന് അത്ര സ്നേഹമാണോ? എനിക്ക് സ്നേഹമൊന്നും ഉണ്ടായിട്ടല്ല, തനിക്ക് തരാം. എനിക്കൊരു അതിൻ്റെ ഒരു 3/4 ഭാഗം, അതായത് 45%, 60-ൽ 45 മാത്രം ഒരു പെർസെൻറ്റേജ് മതി എനിക്ക്. ഞാൻ തരാം, നോക്കാം. എനിക്ക് ഭയങ്കര ഹാപ്പിയാണ്. കാരണം എന്താ, ഞാൻ മൂന്നാറൊക്കെ പോയിട്ട് വല്ലവന്മാരെ വണ്ടിയൊക്കെ ഇടിച്ചു പൊട്ടിച്ച് എനിക്ക് സന്തോഷം കാരണം നിൽക്കാൻ വയ്യ. തനിക്കത് പതിവാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ആൻഡ് തനിക്ക് പറ്റുമില്ല. അവിടെ എന്തായാലും തരാം നിനക്ക് ഞാൻ പൈസ. ആൻഡ് എനിക്ക് വളരെ എക്സൈറ്റഡ് ആണ് ആ വണ്ടി എങ്ങനെയാണ്. ആൻഡ് വണ്ടിയുടെ പേരെന്താണെന്ന് പറഞ്ഞാൽ താൻ ഞെട്ടും.
എന്താണ് വണ്ടിയുടെ പേര്? ലംബോർഗിനി സയനാണ്. ഓ ലംബോർഗിനിയോ? എടാ എനിക്ക് എന്തായാലും വേണം, എനിക്കെന്തായാലും വീട്ടിലേക്ക് ഒന്ന് പോകണം. എനിക്ക് ജസ്റ്റ് ഒന്ന് കുളിച്ചിട്ടൊക്കെ ഞാൻ വരാം. ശരിടോ, ഞാൻ വണ്ടി എടുത്തിട്ട് എങ്ങനെയെങ്കിലും വരാം. തൻ്റെ വീട്ടിൽ ജെറ്റ് പാക്ക് ഉണ്ടോ? എന്തിനാണ് എനിക്ക് ജെറ്റ് പാക്ക്? എനിക്കൊരു കുഞ്ഞാവശ്യത്തിന് തരാൻ പറ്റുമോ? ഓടെ എന്തായാലും തരാം. നീ എൻ്റെ വീട്ടിൽ ഉണ്ടാവും, നീ നോക്കിക്കോ. ആൻഡ് ഗൈസ് നമ്മളന്ന് സൈമണിനെ വിളിച്ചപ്പോൾ സൈമൺ നമ്മൾക്കൊരു ജെറ്റ് പാക്ക് തന്നു. അത് സൂപ്പർ ജെറ്റ് പാക്കാണ് കണ്ടത്. സ്പോൾ സൂപ്പർ ജെറ്റ് പാക്ക് എന്നാണ്. ആൻഡ് ഈ ഒരു ജെറ്റ് പാക്കിന് നല്ല സ്പീഡാണ്, നോർമൽ ജെറ്റ് പാക്ക് പോലെയല്ല. ആൻഡ് ഈ വണ്ടി നമുക്ക് എന്താ പ്ലാൻ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. സോ ഗൈസ്, നമുക്ക് ആദ്യം തന്നെ വണ്ടിയെ റാമൊക്കെ അടിക്കും, അത് ഉറപ്പാണ്. വാണ്ടഡ് ലെവൽ എന്തായാലും വരും. സോ നമുക്ക് ഇവിടെ ഒരു വലിയ റാമ്പ് ഉണ്ട്. ആ റാമ്പ് എവിടെയാണ്? അതാ വലിയ റാമ്പ് കണ്ട. റാമ്പ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ ചാടിക്കുന്ന സാധനമാണ്. അതിൻ്റെ മുകളിൽ ഇരുന്നിട്ട് നമുക്ക് വണ്ടി മോഷ്ടിക്കാം. അതിൻ്റെ അർത്ഥം ആ ഒരു വണ്ടി ഞാൻ പറഞ്ഞുതരാം. ഇപ്പം ഞാൻ ഈ വണ്ടി നിർത്താട്ട്, ഈ വണ്ടി നല്ല ഷോക്കാണ് ഇങ്ങനെ ലാൻഡ് ചെയ്യാനായിട്ട്. ഓക്കെ നമുക്കിങ്ങനെ ലാൻഡ് ചെയ്യാം. ഓക്കെ, സുഖമൊക്കെ ഉണ്ട് വണ്ടി ഓടിക്കാൻ. ആൻഡ് ഇത് നോക്കുകയാണെങ്കിൽ പൊക്കാനൊക്കെ പറ്റും. സോ നമുക്ക് അടുത്ത വീഡിയോയിൽ സൈമണിൻ്റെ വണ്ടി പൊക്കണമെന്ന് ചെയ്താലോ? അതൊരിക്കലും ഉണ്ടാവില്ലേ? സോ നമുക്ക് വണ്ടി ഇവിടെ നിർത്തിയിട്ടുണ്ട്. ആൻഡ് നമുക്ക് നമ്മുടെ വണ്ടി കാണുക. നമ്മൾ ഇത് മേടിച്ചിട്ടുണ്ടായിരുന്നു. കാരണം നമുക്കൊരു ഗണ്ണ് മേടിക്കണം, അല്ലെങ്കിൽ നമുക്കത് എങ്ങനെയെങ്കിലും എടുക്കാനൊന്നും പറ്റില്ല. ആൻഡ് ഗൈസ്, നമുക്ക് കുഞ്ഞ് പരിപാടി ചെയ്യണം. സോ നമുക്കൊരു സ്നൈപ്പർ അങ്ങ് എടുക്കാം. ആൻഡ് ഗൈസ്, സ്നൈപ്പർ എടുത്ത് നമുക്ക് ഷൂട്ട് ചെയ്യാം. ആൻഡ് ഗൈസ്, നമ്മുടെ സ്നൈപ്പർ നമ്മളോട് വെടിവെക്കാൻ പോവുകയാണ്. ആൻഡ് എന്തുണ്ടാവും എന്നറിയില്ല. ഓക്കെ, നമുക്ക് ജേഷൻ ഒന്ന് വെടിവെക്കാം. ഉന്നം കിട്ടണ്ടല്ലോ. ഓക്കെ ഗൈസ്, നമ്മളെന്തെങ്കിലും ഗണ്ണ് നമുക്ക് പുറത്തേക്ക് എടുക്കാം. ആൻഡ് ഗൈസ്, നമ്മുടെ 2 സ്റ്റാർ വാണ്ടഡ് ലെവൽ വന്നു. ആൻഡ് നമ്മുടെ സൈമൺ നമുക്ക് ഈ വണ്ടി ട്രാൻസ്പോർട്ട് ചെയ്ത് തന്നിട്ടുണ്ട്. ജെറ്റ് പാക്കിൽ നിന്ന് കൊണ്ടുവന്ന് തന്നതാണ്. ആൻഡ് ഗൈസ്, നമുക്ക് എന്തായാലും പോകാൻ 2 സ്റ്റാർ വാണ്ടഡ് ലെവൽ. നമ്മൾ വണ്ടിയുടെ ലോക്ക് പൊട്ടിച്ചിരുന്നു, ആ ഡോറ് ചെറുതായി പൊട്ടിയിട്ടുണ്ട്. സോ സീനില്ല, പൈസ പോട്ടെ. പക്ഷേ വണ്ടി ഗൈസ്, പോലീസൊക്കെ വന്നു ഗൈസ്. നമ്മളെ തിരിച്ചറിയുമോയെന്ന് തന്നെ പേടി എനിക്ക്. ഓക്കെ, വേഗം പോവാം ഗൈസ്. പോലീസ് ഉണ്ട് ഗൈസ്, പെട്ടു. സോ പോലീസിനെ വിളിക്കാം. ഫ്രാങ്ക്ലിനെ മോഷ്ടിക്കാൻ വരുമോ? സോറി സാർ. സാറിനെ എന്തെങ്കിലും അടിച്ചിടാം, വേറെ പരിപാടി. ഗൈസ്, നമ്മൾ സാറിനെ അടിച്ചിട്ടു. നമുക്ക് നേരെ വണ്ടി എടുക്കാം. ആൻഡ് അലാറാം അടിക്കുന്നത് നല്ല പേടിയുണ്ട്. സോ എന്തെങ്കിലും ചെയ്യണമല്ലോ ഗൈസ്. ഓക്കെ, ഇപ്പോൾ വണ്ടി ക്ലിയറാണ്. ഓക്കെ, ഇനി പോലീസുകാരുടെ ഇടയിൽ ബൈക്ക് എനിക്ക് നല്ല വിഷമമുണ്ട്. ബൈക്ക് നമ്മൾ ആദ്യമായിട്ട് മേടിച്ചൊരു ബൈക്കാണ്. പോട്ടെ. സോ ഈ വണ്ടി നമ്മൾ എവിടെ ഇടുന്നതാണ് എൻ്റെ പേടി. ആൻഡ് നമുക്ക് എന്തെങ്കിലും ചെയ്യാം. ഓക്കെ, ഗൈസ്, ഇത് നല്ല പേടിയുണ്ട്. കാരണം പറയുകയാണെങ്കിൽ നല്ല കൂടിയുള്ള വണ്ടിയാണ്. ആൻഡ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, നമ്മൾ ഇങ്ങനെ പോവാം, അല്ലെങ്കിൽ റോട്ടിൽ കൂടെ ഒക്കെ വന്ന വണ്ടി ഷോക്കാവും. പിന്നെ വല്ല വണ്ടിയിൽ നിന്ന് ഇടിച്ചു കഴിഞ്ഞാൽ ഇവിടെ ആരും തീരുന്നു ഗൈസ്. നമ്മൾ പടയപ്പാന്ന് പറഞ്ഞ് പോകും. ആൻഡ് ഗൈസ്, ഓ മൈ ഗോഡ് ഗൈസ്, നമ്മൾ എങ്ങനെയാണ് രക്ഷപ്പെടുന്നു? ആൻഡ് ഗൈസ്, നമ്മൾ കുറച്ച് ദൂരം നിന്ന് നമ്മുടെ വണ്ടിയുടെ ഡോറിന് പോലീസ് ജസ്റ്റ് ഒന്ന് ഇടിച്ചു. ആൻഡ് നമുക്ക് ഭയങ്കരമായിട്ട് നല്ല സാഡായതിൻ്റെ കാരണം പറയുകയാണെങ്കിൽ നമ്മൾ അത്രയും കഷ്ടപ്പെട്ട് മോഷ്ടിച്ചതാണ്. അതിന് കുറച്ച് വിഷമമുണ്ട്. കാരണം നല്ല പൈസ പോട്ടാൻ നല്ല ചാൻസ് ഉണ്ട്. ആൻഡ് നമുക്ക് പോലീസ് സ്റ്റേഷനിൽ തിരിച്ചു വരാൻ ഒരു കുഞ്ഞ ട്രിക്ക് ഉണ്ട്. സോ ഓക്കെ, അവിടെ പോലീസ് വന്നു. നമുക്കൊരു ഒരു ഹൈഡിങ് പ്ലേസും കൂടി ഉണ്ട്. നമുക്ക് അവിടെ പോവാം. ഓക്കെ ഗൈസ്, വണ്ടി വേഗം ഗൈസ്. നമുക്ക് വേണമെങ്കിലും നമുക്ക് ഇവിടെ പിന്നിലൊരു കുഞ്ഞ സ്ഥലമുണ്ട്. ആൻഡ് നമുക്കവിടെ വിളിച്ചിരിക്കാം. ഗൈസ്, നമ്മൾ പതുക്കെ വിളിച്ചിരുന്നു. ആൻഡ് ഗൈസ്, സ്റ്റാർ പോയല്ലോ. വെറുതെ നമ്മളോട്ടിരുന്നു. ആൻഡ് സ്റ്റാർ പോയിട്ടുണ്ട്. ആൻഡ് നമുക്ക് നൈസായി വണ്ടി സെമിയോ. ആൻഡ് ഗൈസ്, നമ്മളൊരു കാര്യം നമുക്ക് വേണ്ടി എന്തെങ്കിലും സിമിയോനെ ഇപ്പോൾ കൊണ്ടുകൊടുക്കണം. ആൻഡ് ഗൈസ്, നമുക്ക് ഒന്ന് സിമിയോനെ വിളിച്ച് നമ്മുടെ മൊബൈലിൽ റേഡിയോ ഉണ്ട്, റേഡിയോ അല്ല സ്ക്രീനിൽ നമുക്കതിനെ വിളിച്ചു നോക്കാം. സിമിയോനെ വണ്ടി കിട്ടിയിട്ടുണ്ട്. ആൻഡ് എൻ്റെ നല്ല പൈസ പൊട്ടി ഇതെന്തായാലും കസ്റ്റമൈസൊക്കെ ചെയ്തെടുത്തു.
ആടാ 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 നീ വേഗം എൻ്റെ വീട്ടിലല്ല എൻ്റെ ആ വീട്ടിലിട്ടോ, വണ്ടി വീട്ടിലിട്ടോ. എൻ്റെ ആരെങ്കിലും കാണുന്നതിന് മുന്നേ വേഗം ഇട്ട് വണ്ടി. ആ സൈമണ, ശരി 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 ഗൈസ്, ഇയാൾക്കിത് പറഞ്ഞാൽ മതി. ആൻഡ് നമുക്കാണെങ്കിൽ നല്ല ടെൻഷനാണ്. ഇനി ഈ പരിപാടിക്ക് എന്തെങ്കിലും പോലീസ് നമ്മളെ വെട്ടിക്കൊല്ലോ എന്ന് പേടിയുണ്ട്. ആൻഡ് ഇവിടെ ഇടാൻ പറ്റുമോ എനിക്ക് നല്ല സംശയമുണ്ട്. ആൻഡ് നമ്മൾ ഫ്രണ്ടിൽ ബൈക്കും കിടക്കുന്നുണ്ട്. പറ്റില്ല ഗൈസ്. എൻ്റെ നമുക്ക് വണ്ടി ഇവിടെ ഇടാം. വലിയ സീനൊന്നുമില്ല. മണ്ടനാണെന്ന് നിങ്ങൾക്കറിയാലോ. സോ ആൻഡ് നമുക്ക് ജസ്റ്റ് ഒന്ന് ഓടാം. ഇവിടെ അവിടെ വരെ ബൈക്കുണ്ട്, 2 ബൈക്കുണ്ട്. അതിലും ഒരു ബൈക്കാണ്, ഒന്ന് സെമിയോൻ്റെയാണ്. അവിടെ സെമിയോണ് ഗിഫ്റ്റ് കൊടുത്താണ് ബർത്ത്ഡേക്ക്. നമുക്കൊന്നും തരില്ല അയാൾ, പക്ഷെ നമ്മളെ സ്നേഹപൂർവ്വം നമ്മൾ കൊടുക്കുകയാണ്. ആൻഡ് സെമിയോൻ കടയിലേക്ക് കണ്ട് പോയിക്കാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആൻഡ് ന്യൂസിലൊക്കെ ഇത് പടർന്നു. കാരണം ഇങ്ങനത്തെ ഒരാൾ എടുത്തു. ആൻഡ് നമ്മൾ വെടിവെച്ച പോലീസുകാർ മരിച്ചിട്ടില്ല. അതൊരു വലിയ സീനാണ് എന്നൊക്കെ ഇപ്പം എന്തെങ്കിലും സൈമൻ്റെ അടുത്തേക്ക് പോയിട്ട് കാര്യങ്ങളൊക്കെ പറയണം. ആൻഡ് വണ്ടിയുടെ പൈസ അതൊക്കെ നമ്മുടെ നിന്ന് 1 കോടിയായിട്ട് പോയി. ആൻഡ് ഈ സൈമണെ തപ്പാനെങ്കിൽ 10 വർഷം പിടിക്കും. ആൻഡ് നമുക്കെന്തെങ്കിലും പോവാം. ഓക്കെ, നോ പ്രോബ്ലം. ഓ ഓക്കെ, എനിക്ക് ഈ വണ്ടി പോയതിന് കുഴപ്പമില്ല. ആ വണ്ടി നശിച്ചെൻ്റെ കരയും ശരിക്കും. കാരണം അത്രയും കഷ്ടപ്പെട്ട് നമ്മൾ മോഷ്ടിച്ച വണ്ടിയാണ്. ആൻഡ് സൈമണെ എടാ വണ്ടി നിർത്ത്. എന്താടാ വണ്ടി നിർത്താൻ പറയണേ? സൈമണ വണ്ടി കിട്ടി. തന്നെ ഞാൻ നേരത്തെ വിളിച്ചില്ലേ? ഞാൻ ആ കാര്യം മറന്നു. പൈസ പറ. 1 കോടി സർവീസിനൊക്കെ പോയി. ഡോറ് ജസ്റ്റ് ഒന്ന് പൊട്ടിയിട്ടുണ്ട്. ഡോറിന് വീട് വെച്ചപ്പോൾ പോയി. ആൻഡ് ജെറ്റ് പാക്കിൻ്റെ പൈസ താൻ കുറച്ചു. വണ്ടിക്ക് 40 കോടിയാണ്. ഞാൻ എനിക്കൊരു 28 കോടിക്ക് തരാം. സോ സമയം വേഗം പൈസ അയച്ചോ. ഓക്കെ ശരി. ആടാ ശരി ഞാൻ ഇന്ന് പുറത്തേക്കൊക്കെ പോയിട്ട് വരാം. ആ പൈസ ഇടാം. ആൻഡ് ശരിടാ. ശരി സിമോണേ. ആൻഡ് ഗൈസ്, ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക. എന്തായാലും നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. ഓക്കെ. ആൻഡ് ശരി ഗൈസ്, ഞാൻ നാട് കിടക്കാൻ പോവാണ്. കാരണം എന്തായാലും പോലീസ് നമ്മളെ തപ്പി വരും. ആൻഡ് നമ്മൾ 28 കോടി കൊണ്ട് നമ്മൾ എവിടേക്കെങ്കിലും പോവാണ്. ആൻഡ് ഗൈസ്, വീഡിയോ ഇത്രയ്ക്കുള്ള വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ബൈ. നാളെ നമുക്ക് സൈമണ്ട വണ്ടി അടിച്ച് മാറ്റാം. ആലം ബോർഗിനും അടിച്ച് മാറ്റാം. ഓക്കെ ബൈ ഗൈസ്.